നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വഴുതക്കാട് ഇടപ്പഴഞ്ഞി പ്രധാന പാതയിലാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഈ രണ്ട് സൈഡിൽ റോഡിൻ്റെ ഇടത് സൈഡിലും വലത് സൈഡിലുമായിട്ട് ഇവിടെ നിന്നിരുന്ന രണ്ട് വലിയ കൂറ്റൻ മരങ്ങൾ മുറിച്ചിട്ടിട്ടുള്ളതിൻ്റെ മരച്ചില്ലകൾ കാൽനട യാത്രക്കാർ നടക്കുന്ന പ്രധാന പാതയിൽ ഇട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അത് കുറച്ചല്ല, പല പല ഭാഗത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇടത് സൈഡിലും വലത് സൈഡിലുമായിട്ട് ഒരു 2-3 ഭാഗത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കുന്നുകൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ഒരു 3-4 ദിവസമായി ഈ മരച്ചില്ലകൾ ഇവിടെ മുറിച്ചിട്ടിട്ട് KSEBിലെ, അതായത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ വന്നിട്ടാണ് ഈ മരച്ചില്ലകൾ മുറിച്ചിട്ടതെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. മഴ തുടങ്ങിയിട്ടുള്ള ആ ഒരു ടൈമിൽ, അതായത് മഴ തുടങ്ങി മഴ അവസാനിക്കുന്ന ആ ഒരു ടൈമിലാണ് ഈ മരച്ചില്ലകൾ മുറിച്ചിട്ടത്. മരച്ചില്ലകൾ മുറിച്ചിടാൻ ഇവർക്ക് വലിയ ഉത്സാഹമായിരുന്നുവെന്നും എന്നാൽ ഇത് എടുത്തു മാറ്റാനുള്ള ഒരു നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. മരം മുറിച്ചിട്ട് മുറിക്കാൻ അവർ ഇവിടെ വന്ന് വലിയ ഇൻട്രസ്റ്റോടെ മുറിച്ച് അവിടെ ഇട്ട്, അപ്പോൾ അവരെല്ലാം വാരിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഇതുവരെ വാരി എടുത്തിട്ടില്ല. അപ്പോൾ അത് ആകപ്പാടാതെ അവിടെ കിടക്കുന്നത് ഈ വണ്ടികളെല്ലാം നല്ല സ്പീഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ബൈക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അവർ ശ്രദ്ധിക്കില്ല. അവർ പെട്ടെന്ന് കൊണ്ടുവന്ന് ചവിട്ടിയൊക്കെ കൂടെ മറിഞ്ഞ് വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് ജോലിയാണ്. പിന്നെ നമ്മൾ രണ്ട് സൈഡും നടക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അതാണ് വണ്ടി. ഇപ്പം നമ്മൾ ഈ ഇറക്കം ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഒരു വണ്ടി ചിലപ്പോൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ ചില ചവിട്ടി ബൈക്കാണ് ചവിട്ടിയെ നിന്ന് സ്കിറ്റ് ചെയ്ത് നേരെ ഒന്നേ റോഡിലോട്ടായിരിക്കും ചിലപ്പോൾ വീഴുന്നത്, പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇവിടെ മുറിച്ച് ഇട്ടിട്ട് അങ്ങ് പോയി. പിന്നെ അത് ചോദിക്കാൻ എടുക്കാനൊന്നും ആരുമില്ല. ഇവിടെ ആരും വന്ന് അന്വേഷിച്ചിട്ടുമില്ല. എന്താണ് ഇത് മുറിച്ചിട്ടതെന്ന് പോലും ചോദിക്കുന്നില്ല. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അത് സംഭവം എടുത്ത് മാറ്റുന്നില്ല. ഇത്രയും ഇപ്പോൾ ഇത് 3-4 ദിവസമായി അത് മുറിച്ച് അങ്ങനെ ഇട്ടിട്ട് രണ്ട് സൈഡും കിടക്കുകയാണ്. പക്ഷെ അത് ആരും വന്ന് അത് എടുത്തുകൊണ്ട് പോവേ അല്ലെങ്കിൽ അതിനെ മുറിച്ചിട്ടവരാരാണെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. വണ്ടി വന്ന് അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു വണ്ടിയും വന്ന് അവിടെ ഫീസൊക്കെ ഊരി അവർ ഇവിടെ റോഡും കംപ്ലീറ്റ് ബ്ലോക്കായിരുന്നു. മുറിക്കാൻ സമയത്ത് റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു, രണ്ട് സൈഡും ബ്ലോക്കായിരുന്നു. അങ്ങനെ അവർ മുറിച്ചിട്ടിട്ട് പോയതാണ്. ആ മഴ ഒന്ന് മാറി നിന്നപ്പോഴാണ് അത് മുറിച്ചിട്ടിട്ട് അവർ പോയി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്കൂളുകൾ, അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളായ കോട്ടൺ ഹില്ല്, അതുപോലെ തന്നെ വുമൻസ് കോളേജ്, വഴുതക്കാട് വുമൻസ് കോളേജ്, നിരവധി സ്കൂളുകൾ ഈ പാതയിൽ, അതായത് ഈ റോഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാം തന്നെ വലിയൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു മരച്ചില്ലകൾ മുറിച്ചിട്ടിരിക്കുന്നത് മൂലം ഉണ്ടാകുന്നത്. അതുകൂടാതെ രാവിലെ നടക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നിരവധി ഓഫീസുകളുമൊക്കെ ഉള്ള ഒരു ഭാഗമാണിത്. അതിപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. കാൽനട യാത്രക്കാർക്ക് മാത്രമല്ല, ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്കും, അതായത് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാനമായിട്ട് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ട് ഏറെ അനുഭവപ്പെടുന്നത്. വളരെ വലിയ വീതിയൊന്നുമില്ലാത്ത ഒരു റോഡാണിത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള വഴി വളരെ കുറഞ്ഞ ഒരു റോഡ് കൂടിയിട്ടാണിത്. 3-4 ദിവസമായി മുറിച്ചിട്ടിട്ട് വണ്ടിയൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. സ്കൂളൊക്കെ വിടുമ്പോഴേ നല്ല ബ്ലോക്കാവും. അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റില്ല, അത് ബ്ലോക്കാവും. അത് അവരാരും അങ്ങോട്ട് മുൻകൈ എടുത്തതും ശരിയാക്കിയെങ്കിൽ ശരിയായിരുന്നു. പക്ഷേ ആരും മുൻകൈ എടുക്കുന്നില്ല അതിന് വേണ്ടി. അതെന്തെങ്കിലും ചെയ്ത് മാർഗ്ഗ തടസ്സം മാറ്റി തരണമെന്ന് അഭിപ്രായമുണ്ട്. അത് തന്നെ, വൈകിട്ട് നല്ല തിരക്കാണ്, ബ്ലോക്കാവും. രാവിലെ 8 മണി തൊട്ട് 9-10 മണി വരെ, വൈകിട്ട് 3 മണി വരെ 4:30 മണി വരെ നല്ല ബ്ലോക്കാണ്. ഭയങ്കര തിരക്ക്. ഇവിടെ വണ്ടി ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ നേരത്തെ ഇവിടെ വണ്ടി കിടക്കുന്നു. ഇപ്പോൾ ഈ മരം മുറിച്ചത് കാരണം ഒരു നിവൃത്തിയില്ല. 4-5 ദിവസമായി ഈ ഒരു പാതയിൽ ഇങ്ങനെ ഈ മരങ്ങൾ മുറിച്ചിട്ടിരിക്കുന്നത് വലിയൊരു അനാസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നാട്ടുകാർക്കാണെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് ഇവരുടെ ആഗ്രഹം. പക്ഷേ എന്നാൽ ഇതൊരു 3-4 ദിവസം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു മരച്ചില്ലകൾ എടുത്തു മാറ്റുമെന്നുള്ള പ്രതീക്ഷ ഒരു അസ്തമിച്ച മട്ടാണുള്ളത്. തിരുവനന്തപുരം വഴുതക്കാട് ഇടപ്പഴഞ്ഞി റോഡിൽ നിന്നും ക്യാമറാമാൻ ഫോക്കസ് ശശിയോടൊപ്പം അശ്വിനി, യോഗനാഥം ന്യൂസ്.